അതെ. അപ്പം നമ്മുടെ നിയോയ്ക്ക് ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ആദ്യം എങ്ങനെയാണ് വന്നതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ വെളിയിലൊക്കെ ഇട്ട് ഞാൻ കണ്ടതല്ലേ, പഴയ വീഡിയോയിലൊക്കെ കണ്ടല്ലോ, ഒരു പറമ്പിൽ കൂടെ ഓടി കിടക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നതെന്നൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് കണ്ടത് നമ്മുടെ ഇവനെ കളിക്കുന്ന സ്ഥലത്ത് ഒരു സൈസ് പുഴു. അപ്പോൾ ഞാനിത് മുകളിലായിട്ട് എൻ്റെ പടവാൻ അതിൻ്റെ ഫോട്ടോ കാണിക്കാം. അത് പുഴുവിൻ്റെ അപ്പം ഞാൻ എടുത്തില്ല, വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിച്ചത്, അപ്പം ആ പുഴു ഇവൻ്റെ ദേഹത്ത് തട്ടുകയോ അല്ലെങ്കിൽ ഇവൻ കടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഒരുമാതിരി ഇൻഫെക്ഷനായി. അപ്പോൾ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മേത്ത് ചുമന്ന് ഇരിക്കുകയാണ്, എന്നിട്ട് മേത്തെ രോമം മൊത്തം പൊഴിഞ്ഞു പോവുകയായിരുന്നു. അത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൽ കൂടുതലില്ല, അത് മുമ്പേ അവൻ ഇൻഫെക്ഷൻ വന്നും പെട്ടെന്ന് തന്നെ പൊഴിഞ്ഞു പോയി. പിന്നെ ഒരു പേടിയുണ്ടായിരുന്നു എനിക്കിതെന്താ പറ്റിയെന്നൊക്കെ. പിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് അവന് ഇഞ്ചക്ഷൻ എടുത്തു, 2-3 ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ മരുന്നൊക്കെ കൊടുത്തു. ഇപ്പം ഓക്കെയാണ്, അവന് ഇൻഫെക്ഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അവന് രോമമൊക്കെ ഒന്ന് വന്നാൽ മതി. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ല ഒരു മിടിച്ചാവാലിപ്പട്ടിയെപ്പടി ഇരിക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പുഴു ശ്രദ്ധിക്കുക. പുഴു നമുക്കാണേലും അതെ, കുട്ടികൾക്ക് ആർക്കായാലും ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകും. ചെറിയൊരു വിഷം ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇവനെ അങ്ങനെ വെളിയിലൊന്നും വിടാൻ പറ്റില്ലേ എന്നൊരു ഇതുണ്ട് എനിക്ക്, പെട്ടെന്ന് ഇൻഫെക്ഷൻ ആകുന്നതുകൊണ്ട്. പക്ഷേ ആക്റ്റീവൊക്കെ കേട്ടോ, ഒരു കുഴപ്പമില്ല. തായേ ഗുഡ് ബോയ്. നല്ല തരിയലല്ലോ വേണേ. പല്ല് പോവും. പിടിച്ചു വലിക്കണോ? പല്ല് പോവല്ലേ? കുഞ്ഞി